ശബരിമലയിലെ ആടിയ നെയ്യ് ക്രമക്കേടിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് വിജിലൻസ്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. 36 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നെന്ന് പ്രാഥമിക നിഗമനം. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായതിനു പിന്നാലെ വ്യോമപാത ഭാഗികമായി അടച്ച ഇറാൻ. എയർ ഇന്ത്യയുടേത് ഉൾപ്പെടെ സർവീസുകൾ മുടങ്ങി. അടിയന്തര സാഹചര്യം വന്നാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ സജ്ജമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പിരിവിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം, സംഘർഷം. സർവീസ് റോഡ് ശരിയാകും വരെ ടോൾ പിരിക്കരുതെന്ന് ആവശ്യം. കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ സമരം നടത്തിവന്ന MLA ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ 500 പേർക്കെതിരെ കേസെടുത്തു. ബീഹാറിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന 6 MLA-മാരും കോൺഗ്രസ് വിട്ട് JDU-വിന്റെ ഭാഗമാകുമെന്ന് അഭ്യൂഹം. MLA-മാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചർച്ച നടത്തിയെന്നും സൂചന. വിജയ് ചിത്രം ജനനായകന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. റിലീസ് ഇനിയും വൈകും. നിർമ്മാതാക്കളുടെ ഹർജി തള്ളി. സെൻസസ് സർട്ടിഫിക്കറ്റിനായി മദ്രാസ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ നിർദ്ദേശം. സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രതിരോധ താരം G സഞ്ജു നായകൻ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് സിംബാബ്വേയിൽ തുടക്കം. ആദ്യ മത്സരം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ള താരങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. ടീമിൽ മലയാളികളായ ആരോൺ ജോർജും മുഹമ്മദ് ഇനാനും.